നമ്മുടെ കൂടെ ഊരാളുങ്കലിൻ്റെ പ്രതിനിധികളുണ്ട്. ഊരാളുങ്കലിൻ്റെ ഈ ഒരു സൈറ്റിന് തന്നെ നേതൃത്വം കൊടുത്ത ലീഡർ എന്ന് പറയാം കുമാരേട്ടൻ ഊരാളുങ്കലിൻ്റെ ജീവനാഡിയാണ്. എല്ലാ വർഷങ്ങളായി ഊരാളുങ്കലിനോടൊപ്പം ഉള്ള ആളാണ്. മാത്രമല്ല സ്വന്തം അനുഭവ പരിചയം കൊണ്ട് ഊരാളുങ്കലിനെ ഇതുവരെ എത്തിച്ച ഊരാളിൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ വളരെ മനോഹരമാക്കി തീർത്ത ആൾ കൂടിയാണ്. അദ്ദേഹത്തെ സത്യത്തിൽ ആദരിക്കേണ്ട ഒരു മനുഷ്യൻ കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഊരാളുങ്കലിനെതിരെ ഇത്രയേറെ പ്രവർത്തനം നടത്തുമ്പോഴും പല വിവാദങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം മാത്രമല്ല, പുന്നപ്പുഴയുടെ മണ്ണ് നീക്കം ചെയ്യൽ അടക്കം ഒരു മഴ പെയ്തപ്പോൾ ഊരാളുങ്കലിനെതിരെയായിരുന്നു എല്ലാ മാധ്യമങ്ങളും. അതടക്കം കുമാരേട്ടൻ അതിൻ്റെ യഥാർത്ഥ വസ്തുത അടക്കം പങ്കുവെക്കുമെന്നാണ് തോന്നുന്നത്. എന്താണ് കുമാരേട്ടൻ ഇപ്പോഴത്തെ ഒരു വിശേഷം? എങ്ങനെയാണ് മാതൃകാ വീട് ഈ സ്ഥിതിയിൽ കാണുമ്പോഴും ആളുകൾക്കൊരു ആശങ്കയുണ്ട്. നാളെ രാവിലേക്ക് ഫിനിഷിംഗ് ആവുമെന്നാണ് ഊരാളുങ്കലിനോടുള്ളൊരു വിശ്വാസം കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുന്നത്. എന്താണ് പറയാൻ? മാതൃകാ വീട് ആർക്കും വിശ്വാസത്തിലെടുക്കാം. കാരണം സൊസൈറ്റി ഏത് ഘട്ടത്തിലും എന്ത് പറഞ്ഞാലും എത്രയും പെട്ടെന്ന് ഏത് വർക്കായാലും അത് സമയബന്ധിതമായി തന്നെ തീർക്കാറുണ്ട്. അതുപോലെ തന്നെ ആർക്കും ഒരു സംശയവും വേണ്ട, ഈ വർക്ക് ഡിസംബറോടുകൂടി തന്നെ 350ഓളം വീടുകളുടെ പണി എന്തായാലും അതിൽ കൂടുതലല്ലാണ്ട് കുറയൂല. 410 വീടാണ് പറയുന്നത്. ഈ മോഡൽ വീടിൻ്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ഈ മഴയത്തും വെയിലത്തും ശരിക്ക് ഈ വർക്ക് തുടങ്ങിയ സമയത്ത് തന്നെ നല്ല മഴയാണ്. ഏപ്രിലോടുകൂടി തന്നെ ഏതാണ്ട് 10 മഴ തുടങ്ങി. എന്നിട്ടും ഞങ്ങളുടെ തൊഴിലാളികൾ ഈ മഴയിനെയോ മഞ്ഞിനെയോ ഒന്നിനും വിലവെക്കാതെ വർക്കിനെ എത്രയും സ്പീഡായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ മോഡൽ വീടിൻ്റെ പറയുമ്പോൾ തന്നെ മോഡൽ വീട് ഇന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് പണിയും കഴിക്കും. നാളെ രാവിലേക്ക് മനോഹരമായ ഒരു വീട് നാളെ തന്നെ കാണാം. മാത്രമല്ല ഞങ്ങൾ ഈ വർക്ക് പറഞ്ഞ ഡിസംബറിൽ തന്നെ തീർക്കണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് ഞങ്ങൾ എന്തായാലും അത് തീർക്കുക തന്നെ ചെയ്യും. വർഷ, കുമാരേട്ടൻ അങ്ങനെ മാധ്യമങ്ങളോടൊന്നും സംസാരിച്ച് ശീലമുള്ള ഒരു വ്യക്തിയല്ല. അതായത് പച്ചയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ വാക്കുകളാണ് ഞങ്ങളോട് പറഞ്ഞത്. പ്രൊജക്റ്റ് എഞ്ചിനീയർ ഞങ്ങളുടെ കൂടെയുണ്ട്. പേര് ഞാൻ മറന്നു. ഷമീം. എന്താണ് പറയാനുള്ളത് ഈ ഒരു വർക്കിനെ കുറിച്ച്? എന്താ പറയുക? വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം മാതൃകാ വീട് നാളെ ഞങ്ങൾ ഇന്ന് രാത്രിയോടുകൂടി ഞങ്ങൾ ഇതിൻ്റെ വർക്കൊക്കെ പൂർത്തീകരിക്കുന്നതായിരിക്കും. പുറത്തുള്ള പെയിൻറ്റ്, അതായത് ഈ കാലാവസ്ഥ പ്രതികൂലമായൊരു സാഹചര്യം ആയതുകൊണ്ടാണ് പുറത്തത്തെ പെയിൻറ്റ് മാത്രം നമ്മൾ പെൻഡിങ് ആയിട്ട് വെക്കുന്നത്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും നമ്മൾ കംപ്ലീറ്റ്. ദുരന്തം കാലം മുതൽ ഇന്ന് വരെ ഊരാളുങ്കൽ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? എന്താണ് പറയുന്നത്? തീർച്ചയായും ഞങ്ങൾ ദുരന്തം നടന്ന അന്ന് മുതൽ പുലർച്ചെ 4 മണി മുതൽ ഞങ്ങൾ ഈ ദിവസം വരെ ഞങ്ങൾ ചൂരൽമലയിലാവട്ടെ ടൗൺഷിപ്പ് ആവട്ടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈവൻ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി മെയിൻ്റനൻസിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ ഞങ്ങൾ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ എല്ലാ രീതിയിലും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നായിരുന്നു. ഇപ്പം ഡെബ്രിസിൻ്റെ കാര്യം പറഞ്ഞു, അവിടെ നമ്മൾ പുന്നപ്പുഴ റിവറിൽ ഇപ്പം ഡെബ്രിസ് മാറ്റുന്നത് അതുപോലും ഞങ്ങൾക്കൊരു 5 ക്രിട്ടിക്കൽ ഏരിയ ആണ് അന്ന് തന്നിരുന്നത്. ആ 5 ക്രിട്ടിക്കൽ ഏരിയയിലുള്ള നിലവിലെ സെഡിമെൻ്റ് അടിഞ്ഞു കൂടിയിട്ട് പുഴയുടെ ഡെപ്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പുഴയുടെ ഡെപ്ത് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ ഒരു ആവറേജ് 2.5-3 മീറ്റർ ഡെപ്തിൽ അവിടുത്തെ സെഡിമെൻറ്റ് ഞങ്ങൾ എന്താക്കി 2 സൈഡിലേക്കായിട്ട് മാറ്റി വെച്ചു. അതാണ് ശരിക്കും അവിടെ വർക്ക് നടന്നത്. ആ വർക്ക് നടന്നതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നടന്ന് അവിടെ നല്ല കുത്തൊലിച്ച മഴയിൽ ഈ കാണുന്ന ചൂരൽമല ടൗണിലേക്ക് വെള്ളം കയറാതിരുന്നത്. പക്ഷേ ആളുകളുടെ കണ്ണിൽ ഈ 2 സൈഡിലും നമ്മൾ 2 സൈഡിലാക്കി ബണ്ടായിട്ട് വെച്ചിരുന്നത് അതാണ് നമ്മുടെ പ്രൈമറി വർക്ക് എന്ന രീതിയിലായിരുന്നു ആളുകൾ കണ്ടിരുന്നത്. അത് ഞങ്ങളൊരു സെക്കൻഡറി ആയിട്ടുള്ള വർക്കായിരുന്നു. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പുഴയുടെ ഡെപ്ത് കൂട്ടുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. സത്യത്തിൽ ഞാൻ അവിടെ പോയിരുന്നു ആ സമയത്ത്. ആ കുത്തൊലിച്ച് അതായത് ഉരുൾപൊട്ടലാണെന്നൊക്കെ പറഞ്ഞ മറ്റു മാധ്യമങ്ങൾ കൊടുത്ത സമയത്ത്, പക്ഷേ അത് ഉരുൾപൊട്ടലായിരുന്നില്ല. ശരിക്കും മണ്ണൊലിച്ച് വന്ന സമയത്ത് അതിൻ്റെ ഒരു 2 ഭാഗം, പാലത്തിൻ്റെ 2 ഭാഗം പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ബണ്ട് പൊട്ടി. അല്ല, പാലത്തിൻ്റെ കേസിലെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ചെയ്തിരുന്ന വർക്ക് എന്ന് വെച്ചാൽ ഇറിഗേഷനോടുകൂടി അസോസിയേറ്റ് ചെയ്ത് ഡിസ്ട്രിക്ട് ഭരണകൂടം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 35 മീറ്റർ വീതിയിൽ ആവറേജ് 2-3 മീറ്റർ ഡെപ്തിലായിട്ടാണ് നമ്മളവിടെ വർക്ക് പുരോഗമിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഈ ബെയിലി ബ്രിഡ്ജിൻ്റെ അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ കാണുന്ന വീതി വളരെ കുറവ്, ഒരു 14-15 മീറ്റർ വീതി ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു CC വാള് ക്രാക്കായിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ചെയ്ത വർക്കല്ല, അത് വേറൊരു കോൺട്രാക്ടർ ചെയ്ത വർക്കാണ്. പക്ഷേ അതും ഒരു
അതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് ചെയ്ത വർക്കായതുകൊണ്ടാണ്. പിന്നെ അത്രത്തോളം ഫോഴ്സിൽ വെള്ളം വന്നപ്പം സ്വാഭാവികമായിട്ടും സംഭവിച്ചൊരു ആഘാതമാണ്. അതെ, അത് പിന്നീട് ഫോഴ്സിൽ വെള്ളം വന്നപ്പോൾ അത് അത്രത്തോളം രീതിയിൽ ബാധിക്കാതിരുന്നത്, ചൂരൽമലയെ ടൗണിനെ ബാധിക്കാതിരുന്നത് അന്ന് ഡെപ്ത് കൂട്ടിയതുകൊണ്ട്, ആഴം കൂട്ടിയത് കൊണ്ട് തന്നെയാണ്. അത് ആഴം കൂട്ടി ഇപ്പോഴും അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ കാണുന്ന ബണ്ട് ഒലിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ രീതിയിലുള്ള ബണ്ടൊന്നും അവിടെ ഒലിച്ചു പോയിട്ടില്ല. ചെറിയൊരു കേർവ് ഏരിയയിൽ മാത്രമാണ് അത് സംഭവിച്ചിട്ടുള്ളൂ. അവിടെ പോലും നമ്മളിപ്പോൾ പിന്നീട് നമ്മൾ റോക്ക് ലേയിങ് വർക്കുകളൊക്കെ അവിടെ ചെയ്തുകൊണ്ട് വെക്കുന്നുണ്ട്. വീടുകളുടെ പ്രവർത്തനം എങ്ങനെയാണ് ഇപ്പോൾ വീടുകളുടെ പ്രവർത്തനം നടക്കുന്നത്? വീടുകളുടെ പണി വീടുകൾ ഇപ്പോൾ 120 വീടിൻ്റെ ഏകദേശം നമ്മൾ ഡിഫറൻറ്റ് സ്റ്റൈലിൽ വർക്ക് നടക്കുന്നുണ്ട്. 5 സോണിലാണ് 410 വീടുള്ളത്. 5 സോണിൽ 120 വീടിൻ്റെ പ്ലോട്ട് ലെവലിങ്ങും പിന്നെ ഫൗണ്ടേഷൻ ഡിഫറൻറ്റ് സ്റ്റൈലിൽ വർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ പ്ലാൻ പ്രകാരം അടുത്ത വർഷം മാർച്ചോടുകൂടി 410 വീടും അതിന് വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി എല്ലാം നടക്കും. STP സിവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും റോഡിൻ്റെ വർക്ക്. ടൗൺഷിപ്പ് മൊത്തമായിട്ട് മാർച്ചോടുകൂടി അല്ല, ഈ വീട് റെസിഡൻഷ്യൽ യൂണിറ്റ്, ബാക്കിയുള്ള വർക്ക് അടുത്ത മഴയ്ക്കുള്ളിൽ തീർക്കാനാണ് നമ്മുടെ പ്ലാൻ. പക്ഷേ ഇതാണ് ഏകദേശം, അതായത് മറ്റുള്ളവർ പറഞ്ഞു പരത്തുന്നത് പോലെയല്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഏകദേശം 350-ൽ പരം വീടുകൾ ഡിസംബർ മാസത്തോടുകൂടി കംപ്ലീറ്റ് പണി പൂർത്തിയാക്കും. അതിനുശേഷം അതൊരു ചെറിയൊരു ആശങ്കയുടെ ഭാഗമായി മാത്രമാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ പോലും 410 വീടുകൾ പൂർത്തിയാക്കണം എന്നുള്ളത് തന്നെയാണ് ഊരാളുങ്കലിൻ്റെയും സർക്കാരിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ നാളെ രാവിലെ ഈ ഒരു മാതൃകാ വീടിൻ്റെ പണി പൂർത്തിയാക്കി നല്ലൊരു വീടാക്കി, അതായത് എല്ലാ തരത്തിലും മാതൃകയായ ഒരു വീട് പണി പൂർത്തിയാക്കിക്കൊണ്ടായിരിക്കും അത് നാടിന് സമർപ്പിക്കുക, ദുരന്തബാധിതർക്ക് സമർപ്പിക്കുക. അവർ അത് കണ്ടറിഞ്ഞ് എങ്ങനെയായിരിക്കും തങ്ങളുടെ താമസിക്കാൻ പോകുന്ന വീട് എന്നുള്ള കാര്യം അവർ തീർച്ചയാക്കും. അതിനുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അവർ നിർദ്ദേശങ്ങൾ വയ്ക്കും. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ദുരന്തബാധിതർക്ക് എന്താണോ ആവശ്യം അത് കണ്ടറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ തന്നെയാണ് അവരുടെ കൂടെയുള്ളത് എന്നുള്ളതാണ്.